ലെറ്റൂസ് ലീവ്സിൻ്റെ വിത്ത് കാണാത്തവരുണ്ടോ? കാണാത്തവരുണ്ടെ കണ്ടു നോക്കിക്കോളൂ. ഇതാണ് ലെറ്റൂസിൻ്റെ വിത്ത്. അപ്പം നമ്മളിത് ഇവിടെ തൊട്ടടുത്തുള്ള ഗാർഡനിൽ നിന്ന് ഒരു തൈ മേടിച്ചു കൊണ്ടുവന്ന് നട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ഇത് കണ്ടോ, ഒരു അപ്പൂപ്പൻ താടിയുടെ മോഡലാണ് കേട്ടോ ഇതിൻ്റെ വിത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ പൂ വന്ന് അത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു അപ്പൂപ്പൻ താടി എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറന്ന് നടക്കത്തില്ല, അതിൻ്റെ ഒരു സ്റ്റൈലിലാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു പൂവിൽ നിന്ന് തന്നെ എന്തോരം വിത്തുകൾ കളക്ട് ചെയ്യാൻ പറ്റണമെന്ന് നോക്കിക്കേ. നല്ല പോലെ ഇതിനകത്തുനിന്ന് വിത്തുകൾ നമുക്ക്, അതും ഒരു ചെടിയിൽ നിന്നാകുമ്പോൾ എന്തോരം വിത്ത് കിട്ടും അല്ലേ. അപ്പോൾ ഒരു ചെറിയ ചെടി മേടിച്ച് വീട്ടിൽ കൊണ്ട് നട്ട് വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിലേറെ വിത്തുകൾ അതിനകത്തുനിന്ന് കിട്ടും കേട്ടോ. എന്നാൽ ഇതിന് ഒത്തിരി കൂടുതൽ മണ്ണൊന്നും വേണ്ട, ഒരു ചെറിയ ചട്ടിക്കകത്ത് നട്ടാൽ മതി. ഇനി വിത്ത് നട്ടാൽ കിളുക്കോ ഇല്ലയോ എന്ന് ഡൗട്ടുള്ളവരുണ്ടാകും. ഇത്തവണ ഞാൻ നട്ട് വെച്ചപ്പം എല്ലാം തന്നെ കിളുത്ത് വന്നിട്ടുണ്ട്. അതാണിത് കേട്ടോ. അപ്പോൾ ഇത്തവണ നമുക്ക് ആവശ്യത്തിലേറെ ലെറ്റൂസ് ലീവ്സ് ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ കളക്ട് ചെയ്യാൻ ലെറ്റൂസ് ലീവ്സ് ഒക്കെ കിട്ടുന്നത് നല്ലൊരു അടിപൊളിയല്ലേ. അപ്പോൾ ഒരു ചെടി എവിടുന്നെങ്കിലും മേടിച്ചുകൊണ്ട് നട്ടു വെച്ചോളൂ, ഇഷ്ടം പോലെ വിത്ത് ഉണ്ടാക്കാം.